സുപ്രീം കോടതികളിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരുടെ ബന്ധുക്കളെ ഹൈക്കോടതി ജഡ്ജിമാരായി ശുപാർശ ചെയ്യുന്ന നടപടിക്ക് തടയിടാൻ 2024 ഡിസംബർ 22-ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ സുപ്രീം കോടതിയിലെ കൊളീജിയം തീരുമാനിച്ചു എന്ന വാർത്ത പുത്തനാണ്ടിലെ പ്രതീക്ഷാ നിർഭരമായ ഒരു നീക്കമാണ്. പ്രത്യേകിച്ചും പല ജഡ്ജിമാരുടെയും കോടതിയിലെയും പുറത്തെയും പ്രസംഗങ്ങളും നിരീക്ഷണങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പലരുടെയും വിധിന്യായങ്ങളെ ഉപരി കോടതികൾ വല്ലാതെ കുറ്റപ്പെടുത്തുമ്പോൾ വിമർശനങ്ങൾക്ക് അതീതരല്ല ജഡ്ജിമാർ എങ്കിലും കോടതിയലക്ഷ്യ നിയമത്തിന്റെ പരിധികൾ എവിടെ ലംഘിക്കപ്പെടും എന്ന് തീർച്ചയില്ലാത്തപ്പോൾ ജഡ്ജിമാരുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യരുതെന്നും അവർക്കെതിരെ അത്തരം പരാമർശങ്ങൾ പാടില്ലെന്നും നിയമമുണ്ട്. ചിലരെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയും സമാന സംഭവങ്ങളിൽപ്പെട്ട മറ്റു ചിലരെ കുറിച്ച് ഒന്നും പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ പലതും വായിച്ചെടുത്തു പോകും. ജഡ്ജിമാരുടെ തീരുമാനങ്ങളെക്കുറിച്ച് ദുസൂചനകൾ പാടില്ലെന്നുമാണ് നിയമം. പക്ഷേ ചില തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും വരുമ്പോൾ അങ്ങനെ ചിന്തിക്കാതെ തരമില്ലാതെ വരും. പുതുതായി പരിഗണിക്കുന്ന ജഡ്ജിമാരുമായി കൊളീജിയത്തിലെ അംഗങ്ങൾ സംസാരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരു തരം ഇന്റർവ്യൂ നല്ലതാണ്. ജഡ്ജിമാർ ബെഞ്ചിലിരുന്നും പുറത്തും നടത്തുന്ന പല നിരീക്ഷണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയിൽ വല്ലാത്ത സംശയങ്ങൾ ഉയർത്തുന്ന കാലമാണിത്. അതുകൊണ്ട് ആ പദവിയിലേക്ക് എത്തുന്നവരെ സംബന്ധിച്ച് വളരെ കർശനമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. ജഡ്ജിമാർ തന്നെ ജഡ്ജിമാരെ നിയമിക്കുന്ന സംവിധാനമാണ് കൊളീജിയം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കൊളീജിയത്തിൽ കോടതിയിലെ ഏറ്റവും മുതിർന്ന 5 ജഡ്ജിമാരാണ് അംഗങ്ങൾ. ഇവരുടെ തീരുമാനങ്ങളിൽ സുതാര്യത ഇല്ലെന്നും പക്ഷപാതം ഉണ്ടാകുന്നു എന്നും വിമർശനമുണ്ട്. ഹൈക്കോടതിയിലെ കൊളീജിയങ്ങളാണ് ഹൈക്കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്. ഇവർ തങ്ങളുടെയും മറ്റ് പ്രമുഖ ജഡ്ജിമാരുടെയും ബന്ധുക്കളെ ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കുന്നതായി ആക്ഷേപമുണ്ട്. വിരമിച്ചവരും ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നവരുമായ ജഡ്ജിമാരുടെ ബന്ധുക്കൾക്ക് ഹൈക്കോടതി ജഡ്ജി പദവിയിലേക്ക് കൂടുതൽ മുൻഗണന ലഭിക്കുന്നതായി കണ്ടാണ് ഈ നീക്കം. അടുത്ത കാലത്ത് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ അച്ഛൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. വേറെ എത്രയോ പേരുണ്ട് ജഡ്ജിമാർക്കിടയിൽ മുൻ ജഡ്ജിമാരുടെ മക്കളായി. ഈ പ്രവണത മൂലം കഴിവുള്ള പല അഭിഭാഷകർക്കും ജഡ്ജി പദവിയിലെത്താൻ സാധിക്കാതെ വരുന്നതായി പരാതിയുണ്ട്. ഈ തീരുമാനമെടുത്താൽ ജഡ്ജിയുടെ ബന്ധുവാണെന്ന കാരണത്താൽ കഴിവുള്ള പല അഭിഭാഷകർക്കും ജഡ്ജി പദവിയിലെത്താൻ സാധിക്കാതെ വരും എന്ന വിമർശനവും ഉണ്ട്. അവർക്ക് അഭിഭാഷകരായി തുടരാമല്ലോ, രാഷ്ട്രീയത്തിലെ മക്കൾ രാഷ്ട്രീയം പോലെ കോടതികളിലും നടക്കുന്നു എന്ന ആക്ഷേപം അവസാനിക്കും. 2015 ഇതിനായി ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നീക്കം നടത്തിയെങ്കിലും ആ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. പ്രശസ്ത അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ അഭിഷേക് മനു സിംഘി കൊളീജിയത്തിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും എത്രയും വേഗം നടപ്പാക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ നടപ്പാക്കൽ അത്ര എളുപ്പമാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ജഡ്ജിമാർക്കിടയിലെ പരസ്പരം പുറം ചൊറിയുന്ന സ്വഭാവം പെട്ടെന്ന് നിർത്താൻ ആർക്കും സാധിക്കില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജഡ്ജിമാരുടെ ബന്ധുക്കളായ അഭിഭാഷകർ തങ്ങളുടെ ബന്ധുക്കളായ ജഡ്ജിമാരുടെ കോടതിയിൽ കേസ് വാദിക്കുന്നത് നിർത്താൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. കൊളീജിയത്തിലെ ജഡ്ജിമാർ രഹസ്യമായി കോടതികളിലെത്തി ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും പ്രവർത്തനം നിരീക്ഷിച്ച ശേഷം തീരുമാനിക്കണം എന്ന പോലും താൻ നിർദ്ദേശിച്ച കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോൺഗ്രസ് വടികൊടുത്ത് BJPയിൽ നിന്നും അടിമേടിക്കുന്നത് പതിവായിട്ടുണ്ട്. ഭരണഘടനയുടെ 75ാം വർഷത്തെക്കുറിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ച തന്നെ ഒരു ഉദാഹരണം. അതിലൂടെ കിട്ടിയ അടിയുടെ പാട് മറക്കാൻ മറ്റു പല തന്ത്രങ്ങളും നോക്കിയും കെണിയിൽപ്പെടുന്നു. അംബേദ്കറെ അപമാനിച്ചു എന്ന ആരോപണം ഉയർത്തി പട്ടികജാതിക്കാരുടെ വികാരം പിടിച്ചുപറ്റാൻ നോക്കി. അംബേദ്കർക്ക് എതിരെ കോൺഗ്രസ് കാണിച്ച അവഗണനയുടെ കഥകളുമായി BJP നിരന്നപ്പോൾ ഉത്തരമില്ലാതായി. മൻമോഹൻ സിംഗായി അടുത്ത ആയുധം. ഭാരതത്തെ കടുത്ത കടക്കിണിയിൽ നിന്നും രക്ഷിച്ച, ലോകം ആകെ നേരിട്ട സാമ്പത്തിക മാന്ദ്യത്തിൽ ഉലയാൻ നാടിനെ സമ്മതിക്കാതിരുന്ന അതിസമർത്ഥനായ സാമ്പത്തിക വിദഗ്ധനായിരുന്നു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. അദ്ദേഹം 2024 ഡിസംബർ 26-ന് അന്തരിച്ചു.
2004 മുതൽ 2014 വരെ 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മഹാനാണ് മൻമോഹൻ സിംഗ്. നരസിംഹറാവു സർക്കാരിൽ ധനകാര്യ മന്ത്രിയായ അദ്ദേഹം 1991 മുതൽ ഇന്ത്യയുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ശക്തമായ തുടക്കം കുറിച്ചു. ഇന്ന് കാണുന്ന സാമ്പത്തിക ഉദാരവൽക്കരണ നയത്തിന്റെ പ്രണേതാവായിരുന്നു മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിന്റെ മൃതദേഹം ഡൽഹിയിലെ പൊതുശ്മശാനമായ നിഗംബോധ്ഘട്ടിന് പകരം രാജ്ഘട്ടിൽ സംസ്കരിക്കുന്നതിന് ഇടം കൊടുക്കണം എന്ന കോൺഗ്രസ് പാർട്ടിയുടെ അപേക്ഷ മോദി സർക്കാർ അംഗീകരിച്ചില്ല. അന്തരിച്ച നേതാക്കൾക്കായി രാജ്ഘട്ടിൽ ഒരു പൊതുസ്മാരകം മതി എന്ന് തീരുമാനിച്ചത് 2013 മൻമോഹൻ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം നിഗംബോധ്ഘട്ടിൽ, അതായത് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. മൻമോഹൻ സിംഗിന് സ്മാരകം പണിയുവാൻ ഡൽഹിയിൽ സ്ഥലം കൊടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചു. അതിനായി ട്രസ്റ്റ് രൂപീകരിച്ച് അപേക്ഷിക്കേണ്ടതുണ്ടെന്ന നടപടിക്രമം കുടുംബത്തെ സർക്കാർ അറിയിച്ചു. നിഗംബോധ്ഘട്ടിൽ എല്ലാ ദേശീയ ബഹുമതികളോടും കൂടിയാണ് സംസ്കാര ചടങ്ങ് നടന്നത്. പ്രധാനമന്ത്രി മോദി അടക്കമുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു. എന്നാൽ മൻമോഹൻ സിംഗിന്റെ മൃതദേഹത്തെ സർക്കാർ അനാദരിച്ചു എന്ന സങ്കടവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. സിഖുകാരനായ പ്രധാനമന്ത്രിയെ അവഹേളിച്ചു എന്നായി പെട്ടെന്ന് ഉണ്ടാക്കിയ പ്രതിഷേധം. പണ്ടോരയുടെ പെട്ടി തുറന്നതുപോലുള്ള ഗതികേടിലായി കോൺഗ്രസിന്റെ രാഷ്ട്രീയ കളി മനസ്സിലാക്കിയ BJP നേതൃത്വം കോൺഗ്രസിന് കണക്കിന് കൊടുത്തു. 1984 ഇന്ദിരാവധത്തെ തുടർന്ന് ഡൽഹിയിൽ നടന്ന സിഖ് വിരുദ്ധ കലാപം അവർ ഓർമ്മിപ്പിച്ചു. അതിലെ പ്രതികളായ കോൺഗ്രസ് നേതാക്കളുടെ പേരും പദവിയും എല്ലാം അനുസ്മരിച്ച് മൻമോഹൻ സിംഗിനോട് കാണിച്ച അപമാനങ്ങളും അവർ ഉദ്ധരിച്ചു. രാഹുൽ ഗാന്ധി അദ്ദേഹം അംഗീകരിച്ച ബിൽ പരസ്യമായി വലിച്ചു കീറിയതടക്കമുള്ള കഥകൾ അവർ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസുകാരനായ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു, മുൻ പ്രസിഡന്റ് പ്രണബ് മുഖർജി എന്നിവരുടെ മൃതദേഹങ്ങളോട് കോൺഗ്രസ് കാണിച്ച അനാദരവിന്റെ കഥകളും അവർ കൊണ്ടുവന്നു. 1991 മുതൽ 1996 വരെ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് നേതാവാണ് നരസിംഹറാവു. ഹൈദരാബാദുകാരനായ അദ്ദേഹം 2004 ഡിസംബർ 23 അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഡൽഹിയിൽ സംസ്കരിക്കണമെന്ന് വീട്ടുകാരുടെ ആഗ്രഹം അന്നത്തെ കോൺഗ്രസ് സർക്കാർ അംഗീകരിച്ചില്ല. വേഗം ഹൈദരാബാദിന് കൊണ്ടുപോകാനാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. AICC ആസ്ഥാനത്ത് മൃതദേഹം കയറ്റാൻ പോലും സമ്മതിച്ചില്ല. മൃതദേഹവുമായി ചെല്ലുമ്പോൾ പാർട്ടി ഓഫീസ് പൂട്ടിക്കിടന്നു. ഇതാണ് കോൺഗ്രസ് കാണിക്കുന്ന ആദരം. BJP ശരിക്കും പരിഹസിച്ചു. കോൺഗ്രസിന്റെ ശക്തനായ നേതാവും രാഷ്ട്രപതിയുമായിരുന്ന പ്രണബ് മുഖർജി 2022 ഓഗസ്റ്റിൽ അന്തരിച്ചപ്പോൾ വർക്കിംഗ് കമ്മിറ്റി വിളിച്ച് അനുശോചനം ചേരാൻ പോലും തയ്യാറായില്ലെന്ന ആരോപണവുമായി പ്രണബിന്റെ മകൾ ശർമിഷ്ഠ മുഖർജിയും രംഗത്ത് വന്നു. രാഷ്ട്രപതിമാരുടെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യാറില്ലെന്ന് അന്ന് കോൺഗ്രസുകാർ പറഞ്ഞെങ്കിലും KR നാരായണൻ അന്തരിച്ചപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് ശർമിഷ്ഠ ചൂണ്ടിക്കാണിച്ചു. ലോധി ക്രിമിറ്റോറിയത്തിലാണ് പ്രണബിന്റെ മൃതദേഹം ദഹിപ്പിച്ചത്. അന്ന് കോവിഡ് കാലമായിരുന്നതുകൊണ്ട് പല നിയന്ത്രണങ്ങളും പാലിക്കേണ്ടതുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളായിരുന്നു പ്രണവും റാവുവും മൻമോഹനും. എന്തേ റാവുവിന്റെയും പ്രണബിന്റെയും കാര്യത്തിൽ ഇല്ലാത്ത സ്നേഹം മൻമോഹന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. കോൺഗ്രസ് വക്താക്കളിൽ ആരും അതിന് മറുപടിയും പറയുന്നില്ല, വിശദീകരണം പോലും നൽകുന്നില്ല. നെഹ്റുവിന്റെ ഇമേജിനായി പട്ടേലിനെയും നേതാജിയെയും ഒതുക്കിയതുപോലെ ഒരു നടപടിയായി റാവു പ്രണബ് വിഷയങ്ങൾ തെളിയുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധിയായാണ് പ്രണബ് രാഷ്ട്രപതി ആയതെങ്കിലും അദ്ദേഹം RSSുമായി നല്ല ചങ്ങാത്തത്തിലായിരുന്നു. റാവു ആകട്ടെ നെഹ്റു കുടുംബത്തെ കണക്കിലെടുക്കാതെ ഭരിച്ചു. മൻമോഹൻ സിംഗ് പക്ഷേ മാഡത്തോട് വിധേയത്വം പുലർത്തി. റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന് തന്നെ നിയമിച്ചവരോട് വിധേയത്വം പുലർത്തി ജീവിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. വയനാട് ദുരന്തത്തെ അതീവ തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം എത്രയോ കാലമായി കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്നതാണ്. അവസാനം അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ട്, എന്താണ് പ്രയോജനം എന്ന് കേരളത്തിനറിയില്ല. വയനാട് ദുരന്തത്തെ അതീവ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്തയാണ് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് ഔദ്യോഗികമായി അറിയിച്ചത്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിലും പ്രത്യേക ധനസഹായം പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ്
കേരളത്തിന്റെ ഇപ്പോഴത്തെ പരാതി. എന്നാൽ ദുരന്ത നിവാരണ നിയമമനുസരിച്ച് ഇതിലൂടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ നിന്നും കേരളത്തിന് സഹായം കിട്ടും എന്ന് ഉറപ്പായിരിക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടായി 13,693 കോടി രൂപ കേന്ദ്രം വകയിരുത്തിയിട്ടുണ്ട്. അതിൽ നിന്നും ഇത്തരം ദുരന്തങ്ങൾക്ക് സഹായം കിട്ടും എന്നാണ് വിവരം. ദുരന്തം മൂലം 1,202 കോടിയുടെ നഷ്ടം ഉണ്ടായെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് 2,262 കോടി രൂപ വേണമെന്നുമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെ ഒരു ദിവസം തീരുമാനം വരാം. ചുരുക്കത്തിൽ വയനാട് ദുരന്തത്തെ അതീവ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച കേന്ദ്ര നടപടി കേരളത്തോട് കാണിച്ച നല്ല മനസ്സാണ്. ആ പ്രഖ്യാപനം വന്നപ്പോൾ 154 ദിവസം എടുത്തതിനെ കുറ്റം പറയുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയവും. കേന്ദ്രം തരുന്നത് ഔദാര്യമല്ലെങ്കിലും അവർ ചെയ്യുന്നതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ എന്തോ വലിയ നേട്ടമാണെന്ന് വരുത്താനുള്ള കപട നീക്കം ജനം കാണും. 154 ദിവസമായിട്ടും ടൗൺഷിപ്പിനുള്ള സ്ഥലം കണ്ടെത്താനാവാത്ത സംസ്ഥാന സർക്കാരാണ് എല്ലാ കുറ്റവും കേന്ദ്രത്തിൽ ചാർത്തുന്നത്. അതുപോലെ ഇങ്ങനെ കിട്ടുന്ന പണം മുഴുവൻ ഇടത് പ്രസ്ഥാനമായ ഊരാലുങ്കലിനെ ഏൽപ്പിക്കുന്നതിലും സന്ദേഹം ഉള്ളവരുണ്ട്. അതെല്ലാം രാഷ്ട്രീയ തിമിരത്തിന്റെ ഫലവും ആവാം. പക്ഷേ ഊരാലുങ്കൽ നടത്തുന്ന പണികളെക്കുറിച്ച് ധാരാളം പരാതികൾ ഉണ്ടെന്നാണ് പ്രചരണം. ലാളിത്യത്തെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും പൊതുജീവിതത്തിലെ സംശുദ്ധിയെക്കുറിച്ചുമെല്ലാം തനിക്കുള്ള നിലപാടുകൾ അലങ്കാരത്തിനായി ചുണ്ടിൽ തേക്കുന്ന ചായങ്ങളല്ലെന്നും ഹൃദയഭിത്തികളിൽ പതിപ്പിച്ച കല്ലെഴുത്തുകളാണെന്നും ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുന്ന അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന ജീവിതത്തിന് 84. ആന്റണിയുടെയും അദ്ദേഹത്തിന്റെ ജീവശ്വാസമായ കോൺഗ്രസ് പാർട്ടിയുടെയും പിറന്നാൾ ഒരു ദിവസമാണ്. എന്നാൽ ആന്റണി ശതാഭിഷിക്തനായ ദിനം കോൺഗ്രസിനും സമകാലീന ഇന്ത്യക്കും ഒരിക്കലും മറക്കാനാവാത്ത മൻമോഹൻ സിംഗ് അന്തരിച്ചതുകൊണ്ട് 2 ആഘോഷങ്ങളുടെയും ഭാഗമായുള്ള കൊണ്ടാട്ടങ്ങൾ ഉപേക്ഷിച്ചു. ആഘോഷ പരിപാടികൾ ഇല്ലാത്തത് നന്മയായി കരുതുന്ന നേതാവാണ് ആന്റണി. ഡിസംബർ 28 പാർട്ടിയുടെ 55ാം പിറന്നാൾ ദിനത്തിലാണ് 1940 ഡിസംബർ 28-ന് ആലപ്പുഴയിലെ ചേർത്തലയിലുള്ള അറക്കപ്പറമ്പിൽ കുര്യപ്പിള്ളയുടെയും ഭാര്യ ഏലിയാമ്മയുടെയും മകനായി ആന്റണി ജനിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറെ വേരോട്ടമുള്ള ആലപ്പുഴയിൽ അദ്ദേഹം അടിയുറച്ച കോൺഗ്രസുകാരനായി പോരാടി വളർന്നു. KSUകാരനായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം KSU യൂത്ത് കോൺഗ്രസ് സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റ് പദവികൾ വഹിച്ചുകൊണ്ട് പടിപടിയായി ഉയർന്നു. താലൂക്കുകളിലും ജില്ലകളിലും KSUവിന് ശക്തമായ ചട്ടക്കൂട് ഉണ്ടാക്കിക്കൊണ്ടാണ് ആന്റണി സംഘടനകളെ ശക്തമാക്കിയത്. കാലത്തിനു മുൻപേ പറക്കുന്ന ആശയങ്ങളും അക്കാലത്ത് ഈ സംഘടനകൾ വിതറി. അവയിൽ ഒന്നായിരുന്നു ബാങ്ക് ദേശസാൽക്കരണം. അദ്ദേഹമോ കോൺഗ്രസ് പാർട്ടി പോലുമോ കരുതാത്ത ഔന്നത്യങ്ങൾ കീഴടക്കി. 1973-ൽ 33-ാമത്തെ വയസ്സിൽ കേരളത്തിലെ KPCCയുടെ അധ്യക്ഷനായി. 1973 മുതൽ 1977 വരെയും 1978 മുതൽ 1982 വരെയും 1987 മുതൽ 1992 വരെയും അദ്ദേഹം ആ പദവി വഹിച്ചു. 1969-ൽ കോൺഗ്രസിൽ ഉണ്ടായ ഭിന്നിപ്പിനെ തുടർന്ന് KK വിശ്വനാഥൻ കൺവീനറായി ഉണ്ടായ KPCCയിൽ അംഗമായി ഉയർന്ന ആന്റണി പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 1969-ൽ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറിയായി. 1969-ൽ രൂപം കൊണ്ട അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലത്തെ മുന്നണിയുടെ ലയസൺ കമ്മിറ്റി കൺവീനർമാരിൽ ഒരാളായിരുന്നു ആന്റണി. MN ഗോവിന്ദൻ നായരായിരുന്നു അപരൻ. കൺവീനറുടെ ചുമതലകളെല്ലാം തന്നെ 30കാരനായ ആന്റണിയെയാണ് അക്കാലത്ത് MN ഭരമേൽപ്പിച്ചത്. 1970-ൽ ചേർത്തലയിൽ നിന്നും നിയമസഭയിലെത്തി. ഇക്കാലത്താണ് സ്വകാര്യ കോളേജുകൾ പിടിച്ചെടുക്കുന്നതിന് അച്യുതമേനോൻ സർക്കാർ നീക്കം നടത്തിയതും അതിനെതിരെ പ്രസിദ്ധമായ കോളേജ് സമരം നടന്നതും. അന്ന് സ്വകാര്യ കോളേജ് ഉടമകളുടെ കണ്ണിലെ കരടായിരുന്ന മുന്നണി കൺവീനറായിരുന്ന ആന്റണി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതമാകെ കോൺഗ്രസിന് എതിരെ തിരിഞ്ഞിട്ടും കേരളം കോൺഗ്രസിനൊപ്പം നിന്നു. കോൺഗ്രസ് വിരുദ്ധ വികാരത്തെ തടഞ്ഞു നിർത്തിയ വിദ്യനായിരുന്നു ആന്റണിയെന്ന് അക്കാലത്ത് MN പ്രശംസിച്ചു.
1977 ഉണ്ടായ കോൺഗ്രസ് പിളർപ്പിൽ ഇന്ദിരാ വിരുദ്ധ വിഭാഗത്തിൽ നിന്നു. 1977 മുഖ്യമന്ത്രി കെ കരുണാകരന് രാജൻ കേസിലെ വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നപ്പോൾ 1977 മുഖ്യമന്ത്രിയായി. 1977 കഴക്കൂട്ടത്ത് നിന്നും ജയിച്ച MM ഹസൻ രാജിവെച്ചുണ്ടായ ഒഴിവിൽ MLA ആയി. 1977 അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പുതിയ നിയമസഭാ മന്ദിരം നിർമ്മിക്കുവാൻ തീരുമാനിച്ചത്. 1978 ചിക്മംഗളൂർ തിരഞ്ഞെടുപ്പിൽ ആന്റണിയുടെ കോൺഗ്രസ് ഇന്ദിരയെ പിന്താങ്ങിയതിൽ പ്രതിഷേധിച്ച് രാജിവെച്ചു. 1979 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കി കേരളത്തിൽ അധികാരം പിടിച്ചു. ഇടത് ബന്ധവും പാർട്ടിക്കും തനിക്കും വിനാശകരമെന്ന് തിരിച്ചറിഞ്ഞ് 1981 ഇടതുമുന്നണി വിട്ട് കരുണാകരന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ജനാധിപത്യ മുന്നണിയിൽ ചേർന്നു. 1982 ആന്റണിയും കൂട്ടുകാരും നിരുപാധികം ഇന്ദിരയുടെ കോൺഗ്രസിൽ ലയിച്ചു. കൊച്ചിയിൽ നടന്ന ലയന സമ്മേളനത്തിൽ വന്ന ഇന്ദിര ആന്റണി എന്ന വാക്കുപോലും പറയാതെ പ്രസംഗിച്ച് അപമാനിച്ചു. സാവകാശം ഇന്ദിരാ കോൺഗ്രസിൽ പടവുകൾ കയറി. 1984 മാർച്ച് 17 വിവാഹിതനായി. ഭാര്യ എലിസബത്ത്. 2 മക്കൾ അജിത് ആന്റണിയും അനിൽ ആന്റണിയും. അനിൽ ഇപ്പോൾ BJP ദേശീയ സെക്രട്ടറിയാണ്. 1984 ആന്റണി AICC ജനറൽ സെക്രട്ടറിയായി. 1992 മുതൽ വർക്കിംഗ് കമ്മിറ്റി അംഗമായി. തിരുപ്പതിയിൽ നടന്ന AICCയിൽ അർജുൻ സിംഗ് കഴിഞ്ഞാൽ ഏറ്റവും വോട്ട് ആന്റണിക്കായിരുന്നു. 1987 പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് കനത്ത പരാജയം ഉണ്ടായതിനെ തുടർന്ന് രാജീവ് ഗാന്ധി അദ്ദേഹത്തെ വീണ്ടും KPCC അധ്യക്ഷനായി അയച്ചു. രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൽ കോൺഗ്രസ് വീണ്ടും കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലെത്തി. കേന്ദ്രത്തിൽ നരസിംഹറാവുവും കേരളത്തിൽ കരുണാകരനും സർക്കാർ ഉണ്ടാക്കി. ഇതിനിടെ 1992 നടന്ന KPCC പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ കരുണാകരന്റെ സ്ഥാനാർത്ഥി വയലാർ രവിയുമായി ഏറ്റുമുട്ടി ആന്റണി തോറ്റു. KPCC അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു. ഇതിനിടെ 1985 ആന്റണി രാജ്യസഭാ അംഗമായി. 1993 നരസിംഹറാവു മന്ത്രിസഭയിൽ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി. പഞ്ചസാര അഴിമതിയെ തുടർന്ന് 1995 പദവി രാജിവെച്ച് കേരളത്തിലേക്ക് മടങ്ങി. കേരളത്തിൽ കരുണാകരൻ സ്വേച്ഛാധിപതിയായി മാറിയതിനാൽ അവസാനം കോൺഗ്രസിലും മുന്നണിയിലും ഒറ്റപ്പെട്ടു. ഹൈക്കമാൻഡ് ഇടപെട്ട് കരുണാകരനോട് രാജിവെക്കുവാൻ ആവശ്യപ്പെട്ടു. കരുണാകരൻ രാജിവെച്ചപ്പോൾ 1995 ആന്റണി വീണ്ടും മുഖ്യമന്ത്രിയായി. 1995 തിരൂരങ്ങാടിയിൽ നിന്നും നിയമസഭയിലെത്തി. ഈ സർക്കാരാണ് കേരളത്തിൽ ചാരായ നിരോധനം ഏർപ്പെടുത്തിയത്. പക്ഷേ 1996 തെരഞ്ഞെടുപ്പിൽ മുന്നണി തോറ്റു. 1996 മുതൽ 2001 വരെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷം നേടി. 1996 2001 ചേർത്തലയിൽ നിന്നുമാണ് ജയിച്ചത്. ആന്റണി 3ാം വട്ടം മുഖ്യമന്ത്രിയായി. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി ദയനീയമായി തോറ്റതിനെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അങ്ങനെ കേരളത്തിന്റെ 8ാമത്തെയും 18ാമത്തെയും മുഖ്യമന്ത്രി. 3 തവണയായി 5 വർഷം കേരള മുഖ്യമന്ത്രിയായിരുന്നു ആന്റണി. 2 വട്ടവും ഇടയ്ക്ക് രാജിവെച്ച് പദവി ഉപേക്ഷിക്കുകയായിരുന്നു. 2005 വീണ്ടും രാജ്യസഭാംഗമായി. 2022 വരെ ആ സ്ഥാനം വഹിച്ചു. 2006 2009 മൻമോഹൻ സിംഗ് സർക്കാരിൽ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായി. 2014 മോദി വരുന്നതുവരെ പ്രതിരോധ മന്ത്രിയായിരുന്നു. 1985 മുതൽ 2016 വരെ 5 വട്ടമാണ് അദ്ദേഹം രാജ്യസഭാംഗമായത്. കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം, 18 വയസ്സായവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം, സർക്കാർ ജീവനക്കാർക്ക് ഉത്സവബത്ത തുടങ്ങിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയത് ആന്റണി സർക്കാരാണ്. 2001 ആന്റണി സർക്കാരാണ് കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ശക്തമായ തുടക്കം കുറിച്ചത്. 2022 ഏപ്രിൽ 28 രാജ്യസഭാംഗത്വം അവസാനിച്ചു. ഇനി ഔദ്യോഗിക പദവികൾ ഒന്നും വഹിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് 52 വർഷത്തെ പൊതുജീവിതം അവസാനിപ്പിച്ച് ഏപ്രിൽ 2 തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള സ്വവസതിയായ അഞ്ചനത്തിൽ വിശ്രമജീവിതം ആരംഭിച്ചു. ഗാർഗയെ പോലെ എത്രയോ വൃദ്ധന്മാർ ഇപ്പോഴും പാർട്ടി സേവനം നടത്തുമ്പോഴാണ്
ഈ തീരുമാനം എന്നതാണ് മാതൃകയാകുന്നത്. 2014 മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ജയപാൽ റെഡ്ഡി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കൾ 70 വയസ്സിൽ പദവികൾ ഉപേക്ഷിക്കണമെന്ന്. ആരും അംഗീകരിച്ചില്ല. പറഞ്ഞ ജയപാൽ റെഡ്ഡിക്ക് പോലും ഇപ്പോൾ 70 കഴിഞ്ഞു. പലപ്പോഴും ആദർശം പറയുന്ന പലരുടെയും സമീപനം ഇതാണെന്ന് വരുമ്പോഴാണ് ആന്റണിയുടെ സവിശേഷത പ്രകടമാകുന്നത്. രാഷ്ട്രീയത്തിൽ സജീവ പ്രവർത്തകനാകുന്നത് തന്നെ അധികാരം പിടിച്ച് ജനങ്ങൾക്ക് നന്മ ചെയ്യാനും നാടിനെ പുരോഗമിപ്പിക്കുവാനുമാണ് എന്നതുകൊണ്ട് ആന്റണി എന്ന രാഷ്ട്രീയക്കാരൻ അധികാരമോഹി ആയിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അപ്പാടെ പിശകോ തെറ്റോ ആവില്ല. എന്നാൽ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഏത് സ്ഥാനത്തിരുന്നാലും ഒരു പദവിയും വ്യക്തി താല്പര്യം സംരക്ഷിക്കുവാൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തേടിയെത്തിയ പദവികളെ ഉപേക്ഷിക്കാനും വച്ചു നീട്ടിയവ വേണ്ടെന്ന് വെക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. വിയോജിപ്പുകൾ പറയേണ്ട വേദികളിൽ പ്രകടിപ്പിക്കാനും അദ്ദേഹം ധൈര്യം കാണിച്ചു. 1976 ഗുവാഹത്തി AICC സമ്മേളനത്തിൽ വെച്ച് അടിയന്തരാവസ്ഥയെയും സഞ്ജയ് ഗാന്ധിയെയും രൂക്ഷമായി വിമർശിക്കുവാൻ ആന്റണി തയ്യാറായത് തന്നെ ഉദാഹരണം. ആന്റണിയുടെ ജീവശ്വാസമാണ് കോൺഗ്രസ്. ആന്റണിയെ പോലെ ഒരു സാധാരണക്കാരൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി വരെ ആയത് കോൺഗ്രസ് സംഘടനയുടെ മഹത്വത്തിന്റെ അടയാളമായി അദ്ദേഹം വിശ്വസിച്ചു. അണിയുന്ന ഗദറിന്റെ വിശുദ്ധിയും ലാളിത്യവും ജീവിതത്തിൽ പുലർത്തണമെന്ന് നിർബന്ധമുള്ളവൻ. ഗ്രൂപ്പ് കളിയുടെ ആശാനായിരുന്ന അദ്ദേഹം പക്ഷേ അത് അധികാരം പിടിക്കാനുള്ള കുറുക്കുവഴി ആയിരുന്നില്ല. വികസന കാഴ്ചപ്പാടുകളിലുള്ള വൈരുദ്ധ്യത്തിന്റെ പ്രതിഫലനമായിരുന്നു. കരുണാകരനും ആന്റണിയും 2 ധ്രുവങ്ങളിൽ നിന്ന് പോരാടി. 2 പേർക്കും ഒന്ന് തീർച്ചയായിരുന്നു. അപരൻ സംഘടനയുടെ ജനാധിപത്യ ചേരിയുടെ കരുത്താണ്. വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുത്. കരുണാകരൻ കോൺഗ്രസ് വിട്ട് DIC ഉണ്ടാക്കുവാൻ ആലോചന നടത്തുന്ന കാലത്ത് അദ്ദേഹം കരുണാകരൻ പാർട്ടി വിടാതിരിക്കുവാൻ സാധ്യമായതെല്ലാം ചെയ്തു. കോൺഗ്രസ് വിട്ട അദ്ദേഹത്തെ തിരിച്ചെത്തിക്കുവാനും VM സുധീരൻ പങ്കുവച്ച ഒരു സംഭവമുണ്ട്. കായംകുളത്ത് ആലപ്പുഴ DCC പ്രസിഡന്റ് ആയിരുന്ന മോഹൻ സാറിന്റെ അനുസ്മരണ യോഗം കഴിഞ്ഞ് സംഘാടകരൊക്കെ മടങ്ങിയ സമയം, DIC ഉണ്ടാക്കുവാൻ ആലോചനകൾ തകൃതിയായി നടക്കുന്ന സമയം. യോഗത്തിൽ സംബന്ധിച്ചിരുന്ന K മുരളീധരനോട് ആന്റണി പറഞ്ഞു, കോൺഗ്രസിൽ അച്ഛന് നിർണായക സ്വാധീനമുണ്ട്. പാർട്ടി വിട്ടു പോകരുതെന്നും പുതിയ പാർട്ടി രൂപീകരിക്കരുതെന്നും ഞാൻ അഭ്യർത്ഥിച്ചതായി പറയണം. 1970കളിലെ മന്ത്രിസഭാ കാലം. തലശ്ശേരി കലാപത്തിലെ പോലീസ് നിഷ്ക്രിയത്വവും കൊല്ലം SN കോളേജിലെ അമിത ഇടപെടലും ആഭ്യന്തരമന്ത്രി K കരുണാകരനെ പ്രതിക്കൂട്ടിലാക്കി. വകുപ്പ് കോൺഗ്രസിലെ മറ്റൊരു മന്ത്രിക്ക് കൊടുക്കണം എന്ന ആലോചന ശക്തമായി. ആന്റണി മധ്യസ്ഥത വഹിച്ച് എല്ലാം തണുപ്പിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് വീഴ്ചയെ തുടർന്ന് വീണ്ടും ആഭ്യന്തര വകുപ്പ് മാറണമെന്ന നിർദ്ദേശം ശക്തമായി. ആന്റണി പറഞ്ഞു, പാടില്ല. കരുണാകരന്റെ വിശ്വസ്തനായിരുന്ന ഡോക്ടർ അടിയോടി കേരള കൗമുദിക്കെതിരെ കേസ് കൊടുത്തത് സംബന്ധിച്ച് ആന്റണിയും കരുണാകരനും 2 ചേരികളിൽ നിന്ന് പോരാടി. ആന്റണി കരുണാകരൻ ഗ്രൂപ്പുകൾ ഉണ്ടായത് ഇങ്ങനെയാണ് എന്നാണ് VM സുധീരൻ പറയുന്നത്. രാഷ്ട്രീയത്തിൽ അനിതര സാധാരണമായ ആദർശശുദ്ധി പുലർത്തുന്ന നേതാവാണ് ആന്റണി. എന്നാൽ തനിക്ക് ആദർശനിഷ്ഠയോടെ മുന്നോട്ട് പോകാൻ ആകുന്നത് കരുണാകരനും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും അടങ്ങിയ കോൺഗ്രസ് കുടുംബം ഒപ്പം ഉള്ളത് കൊണ്ടാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആരെയും പുറത്താക്കിയല്ല കോൺഗ്രസ് ശക്തമാകേണ്ടത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത്തരം നീക്കങ്ങളെ എതിർത്തു. സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായപ്പോഴും അവർക്കെതിരെ സംസാരിച്ച ശരത് പവാറിനെയും PS ആഗ്മയെയും പുറത്താക്കുന്നതിനെ വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം എതിർത്തു. ആന്റണിയുടെ സമീപനത്തെ യോഗത്തിൽ എതിർത്ത അർജുൻ സിംഗിനോട് താങ്കളെ പുറത്താക്കിയ യോഗത്തിലും ഇതായിരുന്നു എന്റെ സമീപനം എന്ന് പറയാനും മറന്നില്ല. കടുത്ത ഗ്രൂപ്പ് കളിയുടെ കാലത്ത് ആന്റണിയെ തിരണ്ടിവാലിന് അടിക്കണം എന്ന് പ്രസംഗിച്ച K മുരളീധരനും പാർട്ടിയിൽ വേണം എന്ന ശാഠ്യക്കാരനായിരുന്നു അദ്ദേഹം. ആന്റണിയുടെ എല്ലാ നേട്ടങ്ങൾക്കു പിന്നിൽ അദ്ദേഹം പുലർത്തിയ ആദർശശുദ്ധി പോലെ പ്രധാനപ്പെട്ടതായി തെറ്റ് തിരുത്തുന്നതിന് കാണിച്ച മനസ്സ് 1976 ഗുവാഹത്തി AICC സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം അക്കാലത്ത് കോൺഗ്രസിലെ സർവശക്തനായിരുന്ന സഞ്ജയിനോടും അമ്മ ഇന്ദിരയോടും ഈ പോക്ക് ശരിയല്ല എന്ന് തുറന്നു പറഞ്ഞു. ബദൽ സമീപനം എന്ന രീതിയിൽ 1979 അദ്ദേഹം ഉണ്ടാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ CPM ആർക്കും തിരുത്താനാവാത്ത തെറ്റുകൾ വിശ്വാസ പ്രമാണമാക്കി ജീവിക്കുന്നവരാണെന്ന് കണ്ട അദ്ദേഹം
താൻ ചെയ്ത തെറ്റ് തിരുത്തി മുന്നണി വിട്ടു. ഇന്ദിരാ കോൺഗ്രസിനെ ശക്തമാക്കുക മാത്രമാണ് കോൺഗ്രസിന് മാർഗം എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഇക്കാര്യത്തിൽ തനിക്ക് പറ്റിയ തെറ്റ് തിരുത്തി നിരുപാധികം കോൺഗ്രസിൽ ലയിച്ചു. ഭാവി എന്താകും എന്നറിയാതെയുള്ള ആ തീരുമാനത്തിലൂടെയാണ് അദ്ദേഹം പിൻകാലത്ത് കേരളത്തിൽ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിൽ 8 വർഷം പ്രതിരോധ മന്ത്രിയും ആയത്. തെറ്റ് തിരുത്താൻ കാണിച്ച മനസ്സിന് കാലം കൊടുത്ത പ്രതിഫലം. മതപരമായ ചടങ്ങുകളിൽ കോൺഗ്രസുകാർ പങ്കെടുക്കരുതെന്ന ആന്റണി ഒരിക്കൽ പ്രസംഗിച്ചിരുന്നു. കോഴിക്കോട് മെത്രാനായിരുന്ന അൽദോ മരിയ പത്രോണിയുടെ ജൂബിലിയിൽ സംബന്ധിക്കുവാൻ ഇന്ദിരാഗാന്ധി വന്നതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം അവരെ സ്വീകരിക്കുവാൻ വിമാനത്താവളത്തിൽ പോകാതിരുന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം അത്തരം യോഗങ്ങളിൽ സംബന്ധിച്ചു തുടങ്ങി. അതാണ് ശരി എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. തന്റെ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. എങ്കിലും കേരളത്തിലെ കോൺഗ്രസിലെ PT തോമസിനെ പോലെ വേദപാഠ പരീക്ഷയ്ക്ക് രൂപതാ തലത്തിൽ സമ്മാനം നേടിയ പല യുവാക്കളും പോലും ആന്റണിയുടെ ഈ നിലപാടിൽ തങ്ങളുടെ വഴി കണ്ടെത്തിയിട്ടുണ്ട്. തനിക്ക് ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞിരുന്ന ആന്റണി തനിക്ക് വിശ്വാസം പോരെന്ന നിലപാടിലായി പിൻകാലത്ത്. 2001 മുഖ്യമന്ത്രിയായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൂടെ എന്ന ചോദ്യത്തിന് ഒരു സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അത്രയും വിശ്വാസം ആയില്ലെന്നാണ്. ന്യൂനപക്ഷാവകാശങ്ങളെക്കുറിച്ചും സ്വകാര്യ വിദ്യാലയങ്ങളെക്കുറിച്ചും 1970കളിൽ പുലർത്തിയ സമീപനം ആയിരുന്നില്ല 2000 ആന്റണി പുലർത്തിയത്. അദ്ദേഹം മാറ്റം തുറന്നു സമ്മതിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്കായി നിന്നു. താനൊന്നും തലയിൽ മുണ്ടിട്ട് ചെയ്യാറില്ല, അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു. കാപട്യം ഇല്ലാത്തതിന്റെ അടയാളം. 1992 KPCC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കരുണാകരനും ആന്റണിയും 2 ചേരികളിലായി തിരിഞ്ഞ് വാശിയോടെ ഏറ്റുമുട്ടുന്നു. ആന്റണിയുടെ ആത്മമിത്രമായിരുന്ന വയലാർ രവിയാണ് കരുണാകരന്റെ നോമിനി. തലസ്ഥാനത്തെ മുസ്ലിം അസോസിയേഷൻ ഹാളിലായിരുന്നു വോട്ടെടുപ്പ്. പ്രതിനിധികളുടെ എണ്ണത്തിൽ കരുണാകര പക്ഷം വളരെ മുന്നിലാണ്. ആന്റണി തോൽക്കും എന്ന് എല്ലാവർക്കും തീർച്ചയായിരുന്നു. ആന്റണി മത്സരിക്കില്ല എന്നുവരെ പ്രചരണം ഉണ്ടായി. പക്ഷേ ആന്റണി പിന്മാറിയില്ല. അദ്ദേഹം ഹാളിലെത്തി. അദ്ദേഹം ഒരു സീറ്റിൽ ഗൗരവത്തോടെ ഇരുന്നു. കുറെ കഴിഞ്ഞാണ് കരുണാകരൻ വന്നത്. നിറഞ്ഞ ചിരിയുമായി അദ്ദേഹം ആന്റണിയുടെ അടുത്തേക്ക് ചെന്നു. ആന്റണിയുടെ മുഖം കറുത്തു. ഫോട്ടോഗ്രാഫർമാർ ഓടി വന്നു. ഇതെന്ത് നാടകമോ എന്ന ഗൗരവത്തിൽ ചോദിച്ച് ആന്റണി അവിടെ നിന്നും മാറിപ്പോയി. ആന്റണി പൊതുവേദിയിൽ വെച്ച് പൊട്ടിത്തെറിച്ച സംഭവമായി ഇത്. അവിവാഹിതനായി ജീവിക്കുവാൻ ഇട്ടിരുന്ന പരിപാടി 45ാമത്തെ വയസ്സിൽ അദ്ദേഹം തിരുത്തി. 1985 മാർച്ച് 17 ഉമ്മൻചാണ്ടിയുടെ ജഗതിയിലെ പുതുപ്പള്ളി വീട്ടിൽ വെച്ച് അദ്ദേഹം എലിസബത്തിനെ രജിസ്റ്റർ വിവാഹം ചെയ്തു. 2 മക്കളുണ്ടായി. പിന്നീട് എലിസബത്തിന്റെ ആഗ്രഹപ്രകാരം വിവാഹം സഭാപരമാക്കി. മക്കൾക്ക് മാമോദീസയും കൂദാശകളും ലഭിക്കുന്നതിനുള്ള സഭാപരമായ തടസ്സം നീക്കി. മക്കളെ ഈശ്വര വിശ്വാസത്തിൽ വളർത്തുവാൻ ഭാര്യയ്ക്ക് തടസ്സം നിന്നില്ല. വൈകുന്നേരം കുടുംബ പ്രാർത്ഥന നടക്കുന്ന തലസ്ഥാനത്തെ വീടുകളിൽ ഒന്നായി ഈശ്വരവിലാസം റോഡിലെ അഞ്ജനം. വീട്ടിൽ ചെല്ലുന്നവർക്ക് ചായ പോലും കൊടുക്കാത്ത വീട്ടുകാരനായിരുന്നു ആന്റണി. പത്രസമ്മേളനങ്ങൾക്ക് പോലും അതായിരുന്നു രീതി. എന്നാൽ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തെ കാണാൻ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ചെന്ന് ദീപികയുടെ ചീഫ് എഡിറ്റർ ജോസച്ചിന് ക്ലിഫ് ഹൗസ് വളപ്പിൽ അവർ നട്ട 2 വാഴക്കുലകൾ സമ്മാനിച്ചാണ് വിട്ടത്. ഇത് നമ്മൾ കർഷകരുടെ പഴയ രീതിയല്ലേ? അദ്ദേഹം ചോദിച്ചു. ന്യൂനപക്ഷ പ്രീണനം ഭൂരിപക്ഷ വർഗീയത വളർത്തും എന്ന് 1990കളിൽ മുന്നറിയിപ്പ് നൽകിയ നേതാവാണ് ആന്റണി. മതേതരത്വം എന്നാൽ ആരെയും പ്രീണിപ്പിക്കലോ ആർക്കും കൂടുതൽ കൊടുക്കലോ അല്ല, എല്ലാവർക്കും അർഹതപ്പെട്ടത് ഉറപ്പാക്കുകയാണ് എന്ന് അദ്ദേഹം അന്നേ പറഞ്ഞു. പക്ഷെ ലീഗിനെയും മുസ്ലിം സമുദായത്തെയും പ്രീണിപ്പിക്കുന്നതായാണ് അധികാരത്തിലേക്കുള്ള എളുപ്പവഴി എന്ന് കണ്ട ഇടത് വലത് നേതൃത്വങ്ങൾ അത് തന്നെ ചെയ്തു. ഇന്ന് BJPക്കാർ കേരളത്തെ ഇന്ത്യയിലെ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നിടത്തെത്തി കാര്യങ്ങൾ. മഹാരാഷ്ട്ര മന്ത്രിയും BJP നേതാവുമായ നിതേഷ റാണയാണ് ഈ നിരീക്ഷണം നടത്തുന്നത്. കേരളം ആകണമോ? ഉത്തർപ്രദേശിലടക്കം BJP ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണിത്. ഷീലോവിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.